എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നവരാത്രി 5-ാം നാൾ. സ്കന്ദമാതാ ദേവിയാണ് ഇന്ന് നാം ആരാധിക്കുന്നത്. നവരാത്രി 5-ാം നാളത്തെ നിറം പച്ചയാണ്. 5-ാം ദിവസമായ പഞ്ചമിയിൽ പൂജിക്കപ്പെടുന്ന ദേവീഭാവമാണ് സ്കന്ദമാത. സുബ്രഹ്മണ്യ സ്വാമിയെ മടിയിൽ വെച്ചുകൊണ്ടുള്ള മാതൃപ്രേമ സൗന്ദര്യമാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത. മുരുകൻ അഥവാ സ്കന്ദൻ ഉപാസന ചെയ്തിരുന്നത് ശിവപാർവതി യുഗ്മത്തെയായിരുന്നതുകൊണ്ട് ദേവിയെ സ്കന്ദമാത എന്ന് മുരുക സമ്പ്രദായക്കാർ വിളിച്ചുപോരുന്നു. സുബ്രഹ്മണ്യ സമ്പ്രദായത്തിൽ ഉപാസിച്ചു വന്നിരുന്ന ദേവിയുടെ രൂപമാണ് സ്കന്ദമാത എന്നറിയപ്പെടുന്നത്. ഈ ഭാവത്തെ ആരാധിക്കുന്നത് ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു. ഈ ഭാവത്തിലുള്ള പൂജ ദാമ്പത്യപരമായ അഭീഷ്ടസിദ്ധികൾക്ക്, വിശേഷിച്ചും ദീർഘദാമ്പത്യത്തിന് വളരെ വിശേഷമാണെന്ന് പഴമക്കാർ വിശ്വസിച്ചു പോരുന്നു. സന്താനലബ്ധിക്കായി ദമ്പതികൾ ദേവിയെ ആരാധിച്ചു പോരുന്നു. സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക്. 4 കൈകളാണ് ദേവിക്കുള്ളത്. വലതു കൈകളിലൊന്നിൽ 6 ശിരസോടുകൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ്. ഇടതു കൈകളിൽ വരമുദ്രയും താമരപ്പൂവുമാണ്. സിംഹമാണ് ദേവിയുടെ വാഹനം. ചൊവ്വാദോഷമുള്ളവർ സ്കന്ദമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ദേവിക്ക് പ്രിയം. സ്കന്ദമാതാവിനെ പൂർണ്ണ ഭക്തിയോടെ ആരാധിക്കുന്നവർക്ക് സന്തോഷവും ഐശ്വര്യവും ശക്തിയും നൽകി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ പ്രസാദങ്ങൾ ദേവിക്ക് പ്രിയപ്പെട്ട കടുംമധുര പായസം, വെള്ളക്കടല ചൂണ്ടൽ, തേങ്ങാസാദം എന്നിവയാണ്. ആദ്യം നമ്മൾക്ക് കടുമധുര പായസം തയ്യാറാക്കാം. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ പായസാന പ്രിയായേ നമ എന്ന ശ്ലോകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദേവിക്ക് പ്രിയപ്പെട്ടതാണ് പായസമെന്ന്. പായസം ഉണ്ടാക്കുന്നതിന് 1/2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്കിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ചമ്പ പച്ചരി, ബ്രൗൺ റൈസ് എന്നിവയിലും ഇത് തയ്യാറാക്കാം. കുക്കറിലാണ് അരി വേവിക്കുന്നത്. 1/2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടച്ച് 1 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. ഈ സമയം നമ്മൾക്ക് പായസത്തിനുള്ള വറവ് വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പിട്ട് സിമ്മിൽ വറുക്കുക. സിമ്മിൽ വറുത്താലേ അണ്ടിപ്പരിപ്പ് നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പ് മൂത്ത് ചുവന്ന് വരുമ്പോൾ ഒരു പിടി ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുക. ധാരാളം മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും നെയ്യും ചേർക്കുന്നത് കൊണ്ട് തന്നെ അറിയാമല്ലോ പായസത്തിൻ്റെ സ്വാദ്. മുന്തിരിങ്ങ കുമിളിച്ച് വരുമ്പോൾ കോരി മാറ്റുക. ഇനി നമ്മൾക്ക് സ്പെഷ്യലായി ബാക്കിയുള്ള നെയ്യിൽ തേങ്ങ ലേശം വറുത്ത് വയ്ക്കാം. പച്ചത്തേങ്ങ ചേർക്കുന്നതിനേക്കാൾ സ്വാദാണ് ഇങ്ങനെ നെയ്യിൽ ലേശം മൂപ്പിച്ച് ചേർക്കുമ്പോൾ. ഇത് എൻ്റെ രീതിയാണ്, നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇനി നമ്മൾക്ക് വറുത്ത തേങ്ങയും മാറ്റി വയ്ക്കാം. ഈ സമയം ആവിയെല്ലാം പോയി കുക്കർ നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട്. അരി 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു വലിയ കടായിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് ഇടുക. അച്ചുവെല്ലമാണെങ്കിൽ 1/4 കിലോ എടുത്ത് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചൊഴിക്കുക. കല്ലും മണ്ണുമുള്ള ശർക്കരയ്ക്ക് ഇങ്ങനെ ചെയ്യുക. നല്ല ശർക്കരയാണെങ്കിൽ ഡയറക്റ്റായി ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് അരിക്ക് 1 കപ്പ് ശർക്കര ചേർക്കണം. ശർക്കര ഉരുകിക്കഴിഞ്ഞാൽ അരി വീണ്ടും കുക്കറിലേക്കിട്ട് 3 വിസിൽ വരെ വേവിക്കുക. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. ഇനി ഇത് വീണ്ടും കടായിലേക്ക് മാറ്റുക. 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങ എന്നിവ ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചക്കർപ്പൂരം 1 നുള്ള് ചേർത്ത് കൊടുത്താൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ രുചി കിട്ടും. ഞാൻ 2ഉം ചേർക്കാൻ മറന്നുപോയി. ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല സ്വാദാണ് കടുമധുര പായസത്തിന്. ഇതിൻ്റെ കളർ പോലെ തന്നെയാണ് ഇതിൻ്റെ സ്വാദും. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ നിവേദ്യമായ കടുമധുര പായസം റെഡി. രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളക്കടല ചൂണ്ടലാണ്. 1/2 കപ്പ് കടല 2-3 പ്രാവശ്യം കഴുകി കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് 10 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. വെള്ളം കുറച്ചൊഴിച്ചാണ് കടല കുതിർക്കുന്നതെങ്കിൽ വെള്ളത്തിൽ കിടന്ന് കടല വീർത്തു വരും. ഏകദേശം ഡബിൾ സൈസാകും. അപ്പോൾ വെള്ളം മതിയാകില്ല. വെള്ളം കുറഞ്ഞാൽ കടലയെല്ലാം ഒരുപോലെ കുതിർന്നു വരില്ല. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇങ്ങനെ ഡീറ്റെയിൽഡായി പറയുന്നത്. ഇനി കുതിർത്ത കടല ഒരു കുക്കറിലേക്കിട്ട് കടല മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളമൊഴിക്കുക. 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർക്കാം. ഇനി കുക്കർ മൂടി 7 വിസിൽ വരെ വേവിക്കുക.
കടല നല്ലപോലെ വേവണം. 7 വിസിലിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. ഈ സമയം നമ്മൾക്ക് ചൂണ്ടലിനുള്ള മസാല വറുത്തു പൊടിക്കാം. മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ: 1/4 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ കൊത്തമല്ലി, 4-5 വറ്റൽമുളക്, 1 സ്പൂൺ കടലപ്പരിപ്പ് എന്നിവയാണ്. ഇനി ഇത് വറുക്കുന്നതിനായി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് എടുത്തു വെച്ച മല്ലി, മുളക്, കടലപ്പരിപ്പ്, കായപ്പൊടി എന്നിവയിട്ട് സിമ്മിൽ വറുക്കുക. മസാല മൂത്ത് മണം വരണം. എണ്ണ ചേർക്കാതെയാണ് വറുക്കേണ്ടത്. എല്ലാം നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് പാനിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. പാനിൽ തന്നെ ഇരുന്നാൽ പാനിൻ്റെ ചൂടിൽ മസാല കരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് ഒന്നാറിയതിന് ശേഷം മിക്സി ജാറിലിട്ട് പൊടിക്കുക. ലേശം തരിയോടുകൂടി പൊടിക്കുക. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ മസാലപ്പൊടി കൂടുതൽ അളവിൽ വറുത്ത് പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇതുപോലെയുള്ള പലതരം ചൂണ്ടൽ ഉണ്ടാക്കാൻ ഉപകാരപ്പെടും. ഇനി നമ്മൾക്ക് കടല ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർക്കുക. കൂടെ 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർക്കുക. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് ചുവന്നു വരുമ്പോൾ കറിവേപ്പില, 1/4 സ്പൂൺ കായപ്പൊടി എന്നിവ ചേർക്കുക. കടല അരിപ്പിയിലിട്ട് അധികമുള്ള വെള്ളം കളഞ്ഞു വയ്ക്കുക. ഇനി നമ്മൾക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പൊടിച്ച മസാല 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. 2 വലിയ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് യോജിപ്പിക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നല്ല സ്വാദിഷ്ടമായ കടല ചൂണ്ടൽ റെഡി. കടലയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഒരു നേരം ഈ കടല ചൂണ്ടൽ കഴിക്കുന്നത് നല്ലതാണ്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി കടല ചൂണ്ടൽ റെഡി. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങാ സാദമാണ്. ഇത് 1 പോട്ട് റെസിപ്പിയാണ്. കൂടാതെ പെട്ടെന്ന് തയ്യാറാക്കാനും കഴിയും. ചോറ് വേവിച്ചു വെച്ചാൽ 2 മിനിറ്റ് മതി ഇതുണ്ടാക്കാൻ. പച്ചരിയിലാണ് തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നത്. പൊന്നിയരി, ബസ്മതി റൈസ് എന്നിവയിലും ഇതുണ്ടാക്കാം. ഇതിന് 1/2 കപ്പ് പച്ചരി 2-3 പ്രാവശ്യം കഴുകിയതിനു ശേഷം കുക്കറിലേക്ക് ഇടുക. 1/2 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളമൊഴിക്കുക. ഇനി കുക്കർ അടച്ച് ഗ്യാസ് കത്തിച്ച് വയ്ക്കുക. 1 വിസിൽ വരെ വേവിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. വെള്ളം കറക്റ്റേ വെച്ചതുകൊണ്ട് വാർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 1/2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം വെച്ച് ഇതുപോലെ വേവിച്ചതിനു ശേഷം ചോറ് വാർത്തും ഇതുണ്ടാക്കാം. കുക്കറിൽ ചോറ് വാർക്കുന്നതിന് വിസിലും കുക്കറിൻ്റെ മൂടിയിലുള്ള കാസ്കറ്റും എടുത്തു മാറ്റി സാദാ പോലെ വാർത്താൽ കഞ്ഞി ഒട്ടും കെട്ടാത്ത നല്ല ചോറ് ലഭിക്കും. ഇങ്ങനെ ഏത് അരി വേണമെങ്കിലും വേവിച്ചെടുക്കാം. പെട്ടെന്ന് ചോറ് തയ്യാറാക്കാനും കഴിയും, ഗ്യാസും ലാഭം. ചോറ് തയ്യാറാക്കി കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് തേങ്ങാസാദം തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാസാദത്തിന് നെയ്യോ നല്ലെണ്ണയോ മറ്റു എണ്ണകളോ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തേങ്ങ ചേർക്കുന്നത് കൊണ്ട് അതിന് ആപ്റ്റായത് വെളിച്ചെണ്ണ തന്നെയാണ്. എണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 സ്പൂൺ കടലപ്പരിപ്പും ചേർക്കുക. കടുക് പൊട്ടി പരിപ്പുകൾ മൂത്ത് വന്നാൽ വറ്റൽമുളക് 2ആയി മുറിച്ചതും കറിവേപ്പിലയും 2 സ്പൂൺ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വറക്കുക. 1/4 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 കപ്പ് ഫ്രഷായി ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. തേങ്ങയുടെ കളർ മാറരുത്. നല്ല വെളുത്ത് മുല്ലപ്പൂ പോലെയായിരിക്കണം തേങ്ങാസാദം. ഇനി വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. ചോറിൽ ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് നോക്കി വേണമെങ്കിൽ മാത്രം ചേർക്കുക. എല്ലാം ഇളക്കി യോജിപ്പിച്ചാൽ രുചികരമായ തേങ്ങാസാദം റെഡി. തേങ്ങയും വെളിച്ചെണ്ണയും നിത്യജീവിതത്തിലെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെളിച്ചെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കി പാം ഓയിലും മറ്റ് റിഫൈൻഡ് ഓയിലുകളും യൂസ് ചെയ്യാൻ തുടങ്ങി. കേര കർഷകരെ തകർക്കലായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി വീണ്ടും എല്ലാവരും വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ ഭക്ഷണങ്ങളിൽ വെളിച്ചെണ്ണ, കടലെണ്ണ, നല്ലെണ്ണ എന്നിവയൊക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ റോക്കറ്റ് പോലെ വെളിച്ചെണ്ണ കുതിച്ചുയരുകയാണ്. അളന്ന് തൂക്കിയാണ് ഇപ്പോൾ വെളിച്ചെണ്ണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. മായം കലരാത്ത, കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ നിവേദ്യമായ തേങ്ങാസാദവും റെഡി. നമ്മൾ ഇന്ന് തയ്യാറാക്കിയ കടുമധുര പായസവും കടല ചൂണ്ടലും തേങ്ങാസാദവും ഭക്തിയോടെ സ്കന്ദമാതാദേവിക്ക് സമർപ്പിക്കാം. ഏവരെയും സ്കന്ദമാതാദേവി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.
വീണ്ടും മറ്റൊരു നല്ല വിഭവമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.